ഹായ്. അപ്പോൾ നാളെ പെരുന്നാളാണല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നാളെ പെരുന്നാളാന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നണില്ല കേട്ടോ. ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലല്ലോ. എന്താ അപ്പോൾ അത് കഥ? അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറിയ പെരുന്നാളാകുമ്പോൾ നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് ആ ലാസ്റ്റ് നോമ്പാകുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് പെരുന്നാളാവോ, മാസം കാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലേ. ഇത് പിന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞു നാളെ പെരുന്നാളാണ് എന്ന്. അപ്പൊ നമ്മളെല്ലാവരും നേരത്തെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒന്നത് പിന്നെ നമുക്ക് ഒരു ഫീലിംഗ് ഒന്നും വരാത്ത എന്താ വെച്ചാല് നമ്മൾ പുത്തൻ ഡ്രസ്സ് എടുക്കും പെരുന്നാളാവുമ്പോഴേ. എന്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പെരുന്നാളാവുമ്പോൾ മാത്രമേ നമ്മൾ പുത്തൻ ഡ്രസ്സ് എടുക്കുക. ആ ഒരു ഡ്രസ്സ് തന്നെ നമ്മൾ അടുത്ത പെരുന്നാളിന് എടുത്തു വെക്കും. ഇന്നാണെങ്കിലോ നമുക്ക് എപ്പോഴാ തോന്നണേ അപ്പോഴൊക്കെ പോയിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങും അല്ലേ. അപ്പൊ അതിനൊരു പുതുമയില്ല. പിന്നെന്താ വെച്ചാൽ നമ്മളെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ ചിക്കന്, ബീഫ് ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഫുഡ്, ബിരിയാണി, പായസമൊക്കെ വെക്കുന്നത് ഒന്നെങ്കിൽ പെരുന്നാളിന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവണം. ഇന്നാണെങ്കിലോ എപ്പോഴാണോ നമുക്ക് ആഗ്രഹം തോന്നുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീട്ടിലത് കുക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മളത് പാർസൽ ചെയ്യും. എന്താ വേണ്ടിച്ചപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കോൾ ചെയ്താൽ മതി, നമ്മളെ വീട്ടിൽ ഫുഡ് എത്തും. അപ്പോൾ അതിൻ്റെ പുതുമയെ നഷ്ടപ്പെട്ടു. ഫുഡ്, ഡ്രസ്സ്, ഇത് രണ്ടിൻ്റെ പുതുമയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പല രീതിയിലുള്ള മൈലാഞ്ചികളുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ചോക്കുന്നുണ്ട്, 10 മിനിറ്റ് കൊണ്ട് ചോക്കുന്നുണ്ട്. പല തരത്തിലുള്ള കെമിക്കലായിട്ടുള്ള മൈലാഞ്ചി തന്നെ ഞാൻ പറയുള്ളൂ അല്ലേ. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചിന്റെ മരം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഏത് വീട്ടിലാണോ മൈലാഞ്ചി ഉള്ളത് അവിടേക്ക് നമ്മൾ എത്ര ദൂരം നടന്നിട്ടും മൈലാഞ്ചിക്ക് പോകും. മൈലാഞ്ചിന്റെ ഇല കൊണ്ടുവരാൻ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ്. അതൊക്കെ വളരെ രസമാട്ടോ. അതൊക്കെ ഇങ്ങനെ മനസ്സിക്ക് ഓടിയെത്തുക. എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോയിട്ട് ആ മൈലാഞ്ചി ഇങ്ങനെ ഇല ഊരിയെടുക്കുന്നതും കവറിലാക്കുന്നതും പിന്നെ വീട്ടിൽ വന്നിട്ട് അത് മൈലാഞ്ചി അരക്കുന്നതും. അപ്പൊ നമ്മൾ വീട്ടിൽ മൈലാഞ്ചി കൊണ്ടുവന്നതിന്റെ മൈലാഞ്ചി അരച്ചിട്ട് ഒരു ഇലയിൽ പൊതിഞ്ഞാൽ തീരെ. കാരണം നമ്മളെ കിടക്കുന്ന പായലോ അല്ലെങ്കിൽ നമ്മളെ മേലൊന്നും ആവണ്ട വിചാരിച്ചിട്ട്. പിന്നെ അത് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്താ വെച്ചാല് ഈ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് തുറന്നു നോക്കണം തോന്നും. ചുവപ്പ് നിറമായിട്ടുണ്ടോ എന്ന്. അപ്പൊ രാവിലെ വരെ കാത്തു നിൽക്കണം എന്ന് പറയും ഉമ്മമാര്. ഇപ്പൊ ഊരരുത്, ഇപ്പൊ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമക്കൂല എന്നൊക്കെ പറയും. ഇന്ന് നമ്മൾ ഇടക്കിടക്ക് മൈലാഞ്ചി ഇടും അല്ലെ. എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇടണം തോന്നുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് മൈലാഞ്ചി ഇടും. അപ്പൊ അതിന്റെ പുതുമയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പെരുന്നാൾ രാവിലെ പള്ളികളിൽ നിന്ന് തക്ബീർ മുഴങ്ങും. അത് കേട്ടിട്ട് നമ്മളും വീട്ടുകാരൊക്കെ ഇങ്ങനെ ഏറ്റു ചൊല്ലും. ഒക്കെ വീടുകളിലും ഇന്ന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വല്ലാത്ത രസമാണ് ആ തക്ബീർ ചൊല്ലുമ്പോഴൊക്കെ. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓരോന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളെ മക്കൾക്ക് ഇതൊന്നും അറിയില്ല. അന്ന് നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളൊന്നും അവർക്ക് അറിയില്ല. നമ്മൾ ഒരുപാട് പ്രയാസത്തിലാണ് അന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മറക്കാത്ത കുറേ അനുഭവങ്ങളും നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചു പോകുന്നവരാണ് അല്ലേ. എന്താ വെച്ചാൽ നാളെ പെരുന്നാളാണോ? സാധാരണ ഒരു ദിവസം പോലെ തോന്നാം. പെരുന്നാളിന്റെ ആ ദിവസം നമ്മൾ കുളിച്ച് പുതിയ ഡ്രസ്സ് ഇടും, ഫുഡൊക്കെ ഉണ്ടാക്കും, എങ്ങോട്ടെങ്കിലും പോകണ്ടെങ്കിൽ പോവൊക്കെ ചെയ്യും. പക്ഷെ ആ തലേ ദിവസത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുക. പണ്ടൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ 100 പ്രാവശ്യമെങ്കിലും ആ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടാവും. രാവിലെ ആവാത്ത എന്താ. അതായത് പെരുന്നാളിന്റെ തലേ ദിവസത്തെ ആ രാത്രി നമുക്ക് ഉറക്കില്ലാത്ത രാത്രിയാണ്. ഇന്നിപ്പോ അതൊന്നുമില്ല. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാലും നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആ ദിവസം, ആ ഒരു കുട്ടിക്കാലം മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തിട്ടോ ഈ ഒരു ദിവസമായപ്പോഴും. അപ്പൊ നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെക്കാൻ. എന്നെ പോലെ അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ അനുഭവമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇതില്. പണ്ട് നമ്മൾ അനുഭവിച്ച ഒരുപാട് സന്തോഷങ്ങൾ. അപ്പൊ അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഒരു ദിവസമായപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പൊ എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഈദ് മുബാറക്.